നെൽകൃഷിയെ പറ്റിയും ഇഞ്ചി കൃഷിയെ പറ്റിയും കപ്പ കൃഷിയെ പറ്റിയും നമുക്ക് കൃഷിക്കാരനോട് നമുക്ക് ചോദിച്ചറിയാം. എത്ര മാസങ്ങൾ കൊണ്ടാണ് ഈ നെൽകൃഷി തുടങ്ങിയിട്ട്? 30 വർഷം. ഏതൊക്കെ വളങ്ങളാണ് നെൽകൃഷിക്ക് കൊടുക്കുക? ചാണകവളമിടും, തോലിടും, ഇംഗ്ലീഷ് വളം. എങ്ങനെയാണ് ഈ നെൽകൃഷിയെല്ലാം ചെയ്ത് കൊണ്ടുപോവുക? ആദ്യം നിലം ഉഴും, പണ്ട് കാള കൂട്ടും, ചെടിയാക്കി വെള്ളമാക്കി അതിന് ഞാനിടും. അതിനകത്താണ് വളവും ഇടും, എല്ലാം ഇടും. ഈ ഇഞ്ചികളൊക്കെ എത്ര മാസങ്ങളാകുമ്പോഴാണ് കിളച്ച് പറിക്കുക? 6 മാസമാണ്. ആ ഇഞ്ചി തറയാക്കി നമ്മളാദ്യം പുതുമായ വീടിന് തറ വെട്ടി ഇഞ്ചി നട്ട് അതിന് നട്ട ശേഷം മുളക്കും, ചാണകപ്പൊടി ഇടും. ചാണകപ്പൊടി നട്ട ശേഷം തോലും ചാണം വെക്കും, ഇനി മണ്ണിടും. എത്ര മാസങ്ങൾ കൊല്ലമായി കപ്പ കൃഷി? 10 വർഷം. കപ്പകൾക്കുള്ള ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കുക? ചാണകപ്പൊടി ഇടും, ഇംഗ്ലീഷ് വളം ഇടും. ഈ കിഴങ്ങുകളൊക്കെ ഗുണകരമാണോ? എത്ര മാസം കൊല്ലമായി വാഴ കൃഷി തുടങ്ങിയിട്ട്? 10 വർഷം. വാഴ കൃഷികൾക്ക് ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കുക? അതിന് ജൈവവളം ഇടും, ഇംഗ്ലീഷ് വളം ഇടും, പിന്നെ ഇതങ്ങനെ തോലും. ഈ വാഴ കൃഷി എത്ര മാസങ്ങൾ കഴിയണം കായ്ക്കാൻ വേണ്ടിയിട്ട്? 6 മാസം. ഈ തെങ്ങ് കൃഷിയൊക്കെ വളരാൻ എത്ര മാസങ്ങൾ വേണം? അത് 3 വർഷം കൊണ്ട് കഴിപ്പിക്കാം. നമ്മൾ പണിയെടുക്കുന്നത് ചാണകപ്പൊടിയിട്ട് വെച്ച് അതിന് വെള്ളം കൊടുത്താൽ 3 വർഷം കൊണ്ട് കഴിപ്പിക്കാം. ഒരു തേങ്ങകൾക്കും അങ്ങനെ എത്ര വിലയുണ്ടാവും? ഇപ്പോഴത്തെ വില പറയാം. ഇപ്പോൾ ഒരു 20 രൂപ വരെയിട്ട് പണ്ടങ്ങൾ 5-6 രൂപയുള്ളൂ. ഏതൊക്കെ വളങ്ങളാണ് തെങ്ങുകൾക്ക് ഇട്ടുകൊടുക്കുക? അതിന് ചാണകപ്പൊടി ഇടും, ഇംഗ്ലീഷ് വളം തോലിടും.